ഹലോ ഗായ്സ്. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഈ റുബിക്സ് ക്യൂബിനെ പറ്റിയാണ്. അപ്പോൾ നമുക്ക് റുബിക്സ് ക്യൂബിനെ കുറിച്ച് പരിചയപ്പെടാം. ഫസ്റ്റ് തന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഇതേപോലത്തെ റുബിക്സ് ക്യൂബാണ് വാങ്ങിക്കേണ്ടത്. അല്ലാത്ത റുബിക്സ് ക്യൂബ് വാങ്ങിക്കാം, പക്ഷെ അത് സ്പീഡ് ക്യൂബിന് അത്ര നല്ലതല്ല. ഓക്കെ, ഞാൻ ഇന്ന് നിങ്ങളെ ബിഗിനർ മെത്തേഡാണ് പഠിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് ഇനി നോക്കുക, ഇത് കണ്ടോ, ഈ പീസസിനെ വിളിക്കുന്നതാണ് എഡ്ജസ്, പിന്നെ ഈ പീസസിനെ വിളിക്കുന്നത് കോർണേഴ്സ്, പിന്നെ ഈ പീസ് കണ്ടാ, ഇതാണ് സെൻറ്റർ പീസ്. ഈ യെല്ലോൻ്റെ ബാക്കിൽ സെൻറ്റർ പീസ് ഉറപ്പായിട്ടും വൈറ്റ് ആയിരിക്കും. ഓറിജിൻ്റെ ബാക്കിൽ സെൻറ്റർ പീസ് ഉറപ്പായിട്ടും റെഡ് ആയിരിക്കും. ബ്ലൂവിൻ്റെയോ ഗ്രീനോ ആയിരിക്കും. അത് ഒരിക്കലും മാറാൻ പോകുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് റുബിക്സ് ക്യൂബ് എങ്ങനെ സോൾവ് ചെയ്യാനെന്ന് പഠിക്കാം. ഞാൻ ഒന്ന് ഷഫിൾ ചെയ്യട്ടെ. ഓക്കെ, ഞാനൊന്ന് നല്ലപോലെ ഷഫിൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് തന്നെ നമുക്ക് യെല്ലോ പീസ് കണ്ടുപിടിക്കാം. ഓക്കെ, ഇവിടെ യെല്ലോ പീസ് ഉണ്ട് കേട്ടോ, യെല്ലോ സെൻറ്റർ പീസ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഈ 4 എഡ്ജസിലും നമ്മൾ വെള്ള പീസ് കൊണ്ടുവരണം, അതായത് വൈറ്റ് പീസ്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഞാൻ ഈ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. ഓക്കെ, ഇത് കണ്ടോ, ഇപ്പോൾ ഞാനിവിടെ നിറച്ചും വെള്ളം തന്നെ കൊണ്ടുവന്നു. നിങ്ങൾക്ക് പിന്നെ ഞാനിപ്പോൾ ചെയ്ത സ്റ്റെപ്പിലൂടെ നിങ്ങൾക്ക് വെള്ളം കൊണ്ടുവരാൻ പറ്റത്തില്ല. നിങ്ങൾ തനിയെ ബുദ്ധി യൂസ് ചെയ്ത് വെള്ളം ഈ സൈഡിലൂടെ കൊണ്ടുവരണം. ഓക്കെ, ഇനി നെക്സ്റ്റ് ഈ വെള്ളം കണ്ടോ, എഡ്ജിലെ നമ്മൾ വെച്ച വെള്ളം, ആ വെള്ളേൻ്റെ ഇവിടെ ഓറഞ്ചാണോ? അല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഓറഞ്ച് കൊണ്ടുവരണം. അതിന് വേണ്ടി നമ്മൾ ഫസ്റ്റ് പതുക്കെ തിരിക്കുമ്പോൾ കണ്ടോ, ഈ 2 ഓറഞ്ചായി. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഈ ഓറഞ്ച് നമ്മൾ ഇത് സെയിം ആയ സാധനം, ഈ സെയിം ആയ വൈറ്റ് കളറ് നമ്മൾ 2 വട്ടം താഴത്തേക്ക് തിരിക്കണം. താഴത്തേക്ക് തിരിക്കുമ്പോൾ ഇത് കണ്ടോ, ഫസ്റ്റ് ഈ പീസ് ശരിയായി. നെക്സ്റ്റ് ഒന്ന് തിരിക്കുമ്പോൾ കണ്ടോ, ഗ്രീൻ. ചിലപ്പോൾ നിങ്ങളുടെ ഇത് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും കിടക്കണേ. നിങ്ങളത് നേരെ ശരിയാക്കണം. ഓക്കെ, നെക്സ്റ്റ് അപ്പോൾ അതും 2 വട്ടം താഴ്ത്തുക. കണ്ടോ, ഇതിപ്പോൾ ശരിയായി. നെക്സ്റ്റ് ഇത് കണ്ടോ, വൈറ്റ് ബ്ലൂ ആണിത്. ഓക്കെ, അപ്പോൾ ഇവിടെ താഴെ റെഡ് അല്ലേ, അപ്പോൾ നമുക്ക് ബ്ലൂ കൊണ്ടുവരാം. കണ്ടോ, ബ്ലൂ. അപ്പോൾ നമ്മൾ ഇതും താഴ്ത്തണം. ലാസ്റ്റ് ഫൈനലി വൈറ്റ്, ഇവിടെ റെഡാണ്, അപ്പോൾ നമുക്ക് ഇവിടെ റെഡ് കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ ഇതും കൂടെ താഴ്ത്തിയാൽ വൈറ്റിൻ്റെ സെൻറ്റർ പീസ് ശരിയായി. ഈ ക്രോസും വന്നു, ഇവിടെ 2 കോർണേഴ്സും വന്നു. ചിലപ്പോൾ നിങ്ങൾക്ക് 2 കോർണേഴ്സും ശരിയായി എന്ന് വരില്ല, എന്നാലും സെൻറ്റർ പീസ് എഡ്ജസ് എല്ലാം ശരിയായിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് നമുക്ക് ഈ ലെയർ കണ്ട, ഈ ലെയറിൻ്റെ മുകളിൽ ഏതെങ്കിലും വൈറ്റ് പീസ് ഉണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ ഇതിൻ്റെ താഴെ ഉണ്ടോ എന്ന് നോക്കുക. കണ്ടോ, എൻ്റെ ഇവിടെയുണ്ട്. എനിക്കിത് എടുത്ത് മുകളിൽ വെക്കണം. അതിനു വേണ്ടി എന്ത് ചെയ്യണം, ഇപ്പോൾ ഇവിടെ വെള്ളമുള്ളതുകൊണ്ട് തന്നെ വെള്ളം നിങ്ങളെ ഇപ്പോൾ വെള്ളം റൈറ്റിലല്ലേ ഇരിക്കണേ, അപ്പോൾ നിങ്ങളും റൈറ്റ് സൈഡിലായിട്ട് വെള്ളം പിടിച്ചതിന് ശേഷം ഈ അൽഗോരിതം ചെയ്യണം. പൊക്കുക, ലെഫ്റ്റിലേക്ക് തിരിക്കുക, താഴ്ത്തുക, ഇങ്ങനെ ചെയ്യുക. ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ ഇവിടെ വെള്ളം വന്നു കണ്ടോ. ഇനി എന്ത് ചെയ്യണം, ഇതും ഈ കോർണറും ഈ സെൻറ്റർ പീസും സെയിം ആണോ എന്ന് നോക്കണം. ഇപ്പം എൻ്റെ കോർണർ പീസും സെൻറ്ററും സെയിം ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പോൾ ചെയ്ത അതേ രീതിയിൽ വീണ്ടും അതേ അൽഗോരിതം ചെയ്യണം. 1 2 3 4. ഇപ്പോൾ കണ്ട ഈ കോർണർ ശരിയായത് കണ്ടോ. ഇനി അടുത്തത് വേറെ എവിടെയെങ്കിലും വൈറ്റ് പീസ് ഉണ്ടോ നോക്കണം. ഉണ്ട്, ഇത് കണ്ടോ. അപ്പോൾ
ഇതിപ്പോൾ ഇങ്ങനെ ഓടിക്കുകയാണെങ്കിൽ എൻ്റെ ലെഫ്റ്റിലല്ലേ എഴുതിയിരിക്കണേ. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്ത അൽഗോരിതം ഇവിടെ ചെയ്യണം. അതായത് ലെഫ്റ്റ് ഹാൻഡും കൊണ്ട് 1 2 3 4 കണ്ടോ. ഇപ്പോൾ ഇത് ഇവിടെ വന്നു. ഇവിടെ ഇതും കോർണറും സെൻറ്റർ പീസും സെയിം ആയിട്ടാണോ ഇരിക്കണേ? അല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? കോർണർ സെൻറ്റർ പീസും സെയിം ആക്കണം. ഇപ്പം എൻ്റെ കോർണർ സെൻറ്റർ പീസും സെയിം ആയി. അപ്പോൾ നമ്മൾ ഇപ്പം ചെയ്ത അതേ അൽഗോരിതം വീണ്ടും ചെയ്യണം. ഇത് ലെഫ്റ്റിലാണ് ഇരിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ലെഫ്റ്റ് അൽഗോരിതം ചെയ്യുന്നത്. 1 2 3 4. ഇപ്പോൾ താഴത്തുനിന്ന് ഒരു വൈറ്റ് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഇത് കണ്ടോ, ഈ കോർണറും സെൻറ്റർ പീസും ഒരേ സ്ഥലത്തായി. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ റൈറ്റിലല്ലേ ഇരിക്കണേ വൈറ്റ്. അപ്പം നമുക്ക് വീണ്ടും അതേ അൽഗോരിതം ചെയ്യാം. അപ്പോൾ വീണ്ടും ഒരു വൈറ്റ് ചാടി വന്നു. അപ്പോൾ നമ്മൾ ഈ കോർണർ പീസും ഇത് ശരിയായല്ലോ, സെയിം ആയല്ലോ. അപ്പോൾ നമ്മൾ ഇനി ലെഫ്റ്റ് ഈ വൈറ്റ് പീസ് ലെഫ്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ലെഫ്റ്റ് റൊട്ടേഷൻ ചെയ്യുന്നത്. കണ്ടോ, ഇപ്പം ഇവിടെ ഫുള്ളും വൈറ്റായി. ഓക്കെ, ഇപ്പം നമ്മൾ ഈ വൈറ്റ് സോൾവ് ചെയ്യുമ്പോൾ ഞാൻ ചെയ്ത അതേ രീതിയിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഈ ഫസ്റ്റത്തെ ലെയർ സോൾവ് ആവും. നോക്ക്, ഓറഞ്ച്, ബ്ലൂ, റെഡ്, ഗ്രീൻ. ഓക്കെ, ഇനി അടുത്തത് നമുക്കിനി ഈ ഭാഗമാണ് സോൾവ് ചെയ്യേണ്ടത്. അതായത് സെക്കൻഡ് ലെയറാണ് നമുക്ക് സോൾവ് ചെയ്യേണ്ടത്. അതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഫസ്റ്റ് തന്നെ ഇത് കണ്ടോ, ഓറഞ്ച്, ബ്ലൂ. ഇതിൻ്റെ അകത്ത് ഈ രണ്ട് സൈഡിലും യെല്ലോ ഇല്ല. 1 സെക്കൻഡ്. ഇത് കണ്ട, ഈ യെല്ലോ ഓറഞ്ച് ഇത് നമുക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം ഇവിടെ യെല്ലോ ഉണ്ട്. പക്ഷേ ഇത് കണ്ടോ, ഓറഞ്ച്, ഗ്രീൻ. അതിൻ്റെ അകത്ത് യെല്ലോ ഉണ്ടോ? ഇല്ല. അപ്പം നമുക്കത് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് ഇതാണ്. അതായത് ഈ ഗ്രീനും സെൻറ്റർ പീസും കൂടെ സെയിം ആക്കണം. അതിനു വേണ്ടി ഗ്രീൻ ഓക്കെ, കണ്ടല്ലോ, ഗ്രീനും സെൻറ്റർ പീസ് സെയിം ആയി. അപ്പോൾ ഇനി അടുത്തതാണ് ഈ ഓറഞ്ച്. കണ്ടോ, ഈ ഓറഞ്ച് എവിടെയാണ് നോക്കണം, അതായത് ലെഫ്റ്റിലാണോ റൈറ്റിലാണോ നോക്കണം. എൻ്റെ ഓറഞ്ച് റൈറ്റിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഓറഞ്ച് ഉണ്ടല്ലോ, ഈ പീസ്, ഈ ലെയർ നമ്മൾ ഓറഞ്ചിൻ്റെ ആ കളറിൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കണം. അതായത് ഇപ്പോൾ ഇവിടെ ഓറഞ്ച് ആണെങ്കിൽ ഓറഞ്ചിന് ഓപ്പോസിറ്റ് റെഡ് അല്ലേ, അപ്പം അങ്ങോട്ടേക്ക് തിരിച്ചിട്ട് റൈറ്റിലല്ലായിരുന്നു ഓറഞ്ച്. അപ്പം ആദ്യമേ ചെയ്ത റൊട്ടേഷൻ ചെയ്യണം. 1 2 3 4. അപ്പം അത് ശരിയാവും. എന്നിട്ട് ഇത് നോക്ക്. അപ്പോൾ ഇത് രണ്ടും സെയിം ആയത് കണ്ടോ, ഇവിടെ ചെയ്ത അതേ അൽഗോരിതമാണ്. ഇത് രണ്ടും സെയിം ആയത് കണ്ടോ, ഇതിപ്പോൾ ലെഫ്റ്റിലല്ലേ നിൽക്കുന്നേ. അപ്പോൾ വീണ്ടും 1 2 3 4. ഇത് കണ്ടോ, ഇപ്പോൾ ഈ സൈഡ് ശരിയായി. ഇനി അടുത്ത് നമുക്ക് ഏത് സൈഡ് ചെയ്യണം? ഇതും ഇതും ഇതും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും യെല്ലോ ഇല്ലാത്തൊരു സാധനം കണ്ടുപിടിക്കണം. ഓക്കെ, കണ്ടുപിടിച്ചു. ഇത് സെയിം ആയിട്ടാണ് ഇരിക്കുന്നത്. ഇവിടെ റെഡ്, ഇവിടെ ഓറഞ്ച്. ഇതിപ്പോൾ ഓറഞ്ച് ആയതുകൊണ്ട് നമ്മൾ ഇവിടെയല്ലേ ഓറഞ്ച്, അപ്പം നമ്മൾ നേരെ ആ ഓറഞ്ചിൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കണം. എന്നിട്ട് ഇവിടെയല്ലായിരുന്നു ഓറഞ്ച്, അതുകൊണ്ട് നമ്മൾ ലെഫ്റ്റിലാണോ റൈറ്റിലാണോ നോക്കിയിട്ട് എവിടെയാണോ ആ കളർ നിൽക്കണേ അതിനുള്ള റൊട്ടേഷൻ ചെയ്യണം. അതായത് ഈ നോക്ക്, ഓറഞ്ച് ഇവിടെയായിരുന്നു. അപ്പോൾ ഞാനിത് ഇങ്ങോട്ടേക്ക് തിരിച്ചുകൊണ്ട് ഞാനിപ്പോൾ ലെഫ്റ്റ് റൊട്ടേഷനാണ് ചെയ്യുന്നത്. 1 2 3 4. എന്നിട്ട് ഈ ഓറഞ്ചും സെൻറ്റർ പീസും ശരിയാണോ എന്ന് നോക്കുന്നു. ശരിയാണെങ്കിൽ ഞാൻ ഇതിപ്പോൾ റൈറ്റിലാണ് നിൽക്കുന്നത് കൊണ്ട് ഞാൻ റൈറ്റ് റൊട്ടേഷൻ ചെയ്യുന്നു. കണ്ടോ, ഇപ്പോൾ ബ്ലൂവും ഓറഞ്ചും ശരിയായി. ഇനി അടുത്ത് ഈ രണ്ട് പീസാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇത് കണ്ടോ, ഇപ്പോൾ റെഡും എഡ്ജസിൻ്റെ റെഡും സെൻറ്റർ പീസ് റെഡും ശരിയായിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ഗ്രീൻ ശരിയാക്കാൻ വേണ്ടി ഗ്രീൻ എവിടെയാണെന്ന് നോക്കണം. ഇവിടെയാണ് ഗ്രീൻ, ഇവിടെ ബ്ലൂ. അപ്പോൾ നമുക്ക് ഗ്രീൻ്റെ ഓപ്പോസിറ്റ് ആണ് ചെയ്യേണ്ടത്. അതായത് ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇങ്ങോട്ട് തിരിച്ചു, എന്നിട്ട് നമ്മൾ ഗ്രീൻ എവിടെയാണോ നിൽക്കണേ, ആ കളർ എവിടെയാണോ നിൽക്കണേ അത് നമ്മൾ ചെയ്യണം.
ഇപ്പോൾ എൻ്റെ കളർ റൈറ്റിലാണ് നിൽക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ റൈറ്റ് റൊട്ടേഷൻ ചെയ്യുന്നത്. അടുത്തത് ഞാൻ്റെ ഗ്രീനും സെൻറ്റർ പീസ് ശരിയായി. അപ്പോൾ ഈ വൈറ്റ് എവിടെയാണ് ഇരിക്കണേ അത് നമ്മൾ നോക്കണം. അപ്പോൾ നോക്ക്, ഇപ്പോൾ ഞാൻ ലെഫ്റ്റ് റൊട്ടേഷൻ ആണ് ചെയ്യുന്നത്, കണ്ടോ? ഇനി എനിക്ക് ആകെ ഇത് മാത്രമേ ചെയ്യാനുള്ളൂ. ഓക്കെ, ആ സമയത്ത് നിങ്ങൾക്ക് ഈ റെഡ് ആയിരിക്കും കിട്ടണത്. റെഡ് കിട്ടുമെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല, പക്ഷേ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കളർ കിട്ടും. ഇപ്പം നിങ്ങൾക്ക് എല്ലാ സ്ഥലത്തും യെല്ലോയാ കിട്ടുന്നെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് തന്നെ എനിക്ക് ഇത് യെല്ലോയാ. അപ്പം ഞാൻ എന്ത് ചെയ്യും, അല്ല ഇപ്പം കാണിക്കല്ല കേട്ടോ. ഫസ്റ്റ് നമ്മൾ ഇത് താഴത്തേക്ക് തിരിച്ചതിന് ശേഷം ഇതിങ്ങനെയാണ് എന്നിട്ട് പൊക്കണം. ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ ഇവിടെ ഒരു റെഡ് വന്നു, കണ്ടോ? ഇനി അടുത്തത് നമ്മൾ ഇത് ഇങ്ങോട്ടേക്ക് തിരിക്കണം. ഓക്കെ, കണ്ട? അപ്പോൾ ഈ കോർണറും സെൻറ്റർ പീസും ശരിയായി. അപ്പോൾ നമ്മൾ ഇത് നമുക്ക് റൈറ്റ് റൊട്ടേഷൻ ചെയ്യാം, കാരണം വൈറ്റ് റൈറ്റിലാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സെക്കൻഡ് ലെയറും ശരിയായിട്ടുണ്ട്. ഇനി അടുത്തത് തേർഡ് ലെയറാണ്. നിങ്ങൾക്ക് പോസിബിലിറ്റീസ് ഇതായിരിക്കും കിട്ടുന്നത്. ഒന്നെങ്കിൽ എൽ ഷേപ്പ്, അല്ലെങ്കിൽ ഒരു ലൈനിൻ്റെ ഷേപ്പ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്ലസ് ഷേപ്പോ കിട്ടും. അപ്പോൾ ഓക്കെ, ഇത് നോക്ക്. ഇപ്പം അതേ ആദ്യത്തെ രീതി തന്നെ ഞാൻ ആക്കിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് എൽ ഷേപ്പാണ് കിട്ടിയെങ്കിൽ എൽ ഷേപ്പ് നിങ്ങൾ ഇങ്ങനെ പിടിക്കണം. അതായത് 9 രീതിയിൽ എൽ ഷേപ്പ് വെക്കണം. എന്നിട്ട് ആദ്യം ഇത് താഴ്ത്തണം, പിന്നെ ഇത് 2 വട്ടം ഇങ്ങനെ. ഓക്കെ, മനസ്സിലായില്ലാന്ന് തോന്നുന്നു. ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം. അതായത് ആദ്യം ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. ഫസ്റ്റ് ഇത് കണ്ടോ, ഈ 1 സെക്കൻഡ് ഗൈസ്. ഓക്കെ, അപ്പോൾ ഇത് കണ്ടല്ലോ, ഇത് നമ്മൾ ചെയ്യേണ്ടത്, ഇത് നമ്മൾ 9 ഷേപ്പിൽ പിടിച്ചിട്ട് ഈ രണ്ട് ലെയറും താഴ്ത്തിയിട്ട് നമ്മൾ റൈറ്റ് റൊട്ടേഷൻ ചെയ്യണം. 1 2 3 4 എന്നിട്ട് ഇത് നമ്മൾ പൊക്കണം. പൊക്കി കഴിയുമ്പോൾ ഇവിടെ ഒരു പ്ലസ് വരും. പ്ലസ് വന്നതിന് ശേഷം ചെയ്യേണ്ടതാണ്, അതായത് ഇത് നോക്ക്, ഓറഞ്ച് ബ്ലൂ അതൊക്കെ, ഗ്രീൻ ഇവിടെ ഇല്ല, ഓറഞ്ചും ഇല്ല. ഓക്കെ, ഇനി ഞാൻ വേറെ എവിടെയെങ്കിലും നോക്കട്ടെ. ഓക്കെ, ഇത് നോക്ക്, ബ്ലൂ ഇവിടെ, റെഡ് ഇവിടെ, യെല്ലോ മുകളിൽ, ഗ്രീനും റെഡും യെല്ലോയും. ഓക്കെ, അപ്പോൾ അത് ശരിയായിരിക്കുകയാണ്. ഇവിടെ കണ്ട ഓറഞ്ച് ഇവിടെ പക്ഷെ ബ്ലൂ ഇല്ല, ഗ്രീൻ ഇവിടെ ഇല്ല, ഓറഞ്ച് പക്ഷേ ഉണ്ട്. അപ്പോൾ അത് തെറ്റായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിങ്ങനെ കറക്കി ശരിയാക്കി വെക്കണം. ഓക്കെ, ശരിയാക്കിയെന്ന് വെച്ചാൽ ബ്ലൂ ഇവിടെ, റെഡ് ഇവിടെ ചിലപ്പോൾ ഗ്രീൻ ആയിരിക്കും മഞ്ഞ, അപ്പോൾ ഗ്രീൻ ഇവിടെ, റെഡ് ഇവിടെ, യെല്ലോ ഇവിടെ, അങ്ങനെയൊക്കെ വരാം. പോസിബിലിറ്റീസ് ഇഷ്ടം പോലെ വരാം. ഓക്കെ, അപ്പോൾ പിന്നെ ശരിയാവാത്ത എന്നായിരുന്നു പറയുന്നത്, ലൈൻ. ഓക്കെ, അത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് വെക്കണം. ഇങ്ങനെയല്ല വെക്കേണ്ടത്, റൈറ്റ് സൈഡിൽ. ഓക്കെ, എന്നിട്ട് നമ്മൾ റൈറ്റ് റൊട്ടേഷൻ 3 വട്ടം ചെയ്യണം. 1 2 3 4 1 2 3 4 1 2 3 4. ഓക്കെ, നെക്സ്റ്റ് ഇപ്പോൾ ഇത് 3 വട്ടം ചെയ്തല്ലോ. എന്നിട്ട് നമ്മൾ ഇതൊന്ന് തിരിക്കുക. അപ്പോൾ ഇത് കണ്ടോ, ഇത് തിരിക്കുമ്പോൾ ഈ വെള്ള ഇപ്പോൾ റൈറ്റിലല്ലായിരുന്നു, അത് നേരെ ലെഫ്റ്റിലേക്കായിരിക്കും വന്നത്. അപ്പം നമ്മൾ ഇത്
അപ്പോൾ നമ്മൾ ഇത് ലെഫ്റ്റ് റൊട്ടേഷനും 3 വട്ടം ചെയ്യണം. 1 2 3 4 1 2 3 4 1 2 3 4. അപ്പോൾ ചിലപ്പോൾ ഇവിടെ എനിക്ക് ഒരു യെല്ലോ പീസ് ഉണ്ടായിരുന്നല്ലോ, അത് ചിലപ്പോൾ പോയി കിട്ടും. അപ്പോൾ എന്തായാലും പ്ലസ് ഉറപ്പായിട്ടും വരും. അതിന് ശേഷം നിങ്ങൾ എല്ലാം ഒന്ന് സെറ്റാക്കണം. കണ്ടോ, ഓറഞ്ച് ബ്ലൂ, ഓറഞ്ച് ഗ്രീൻ യെല്ലോ, ഇവിടെ യെല്ലോ ഉണ്ട് കേട്ടോ. ബ്ലൂ റെഡ് യെല്ലോ, റെഡ് ഗ്രീൻ യെല്ലോ. ഓക്കെ, അപ്പോൾ അത് ഫുള്ളും കറക്റ്റാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ. നമ്മളൊന്ന് താഴ്ത്തുക. ഓക്കെ, അതായത് ഡൗണിലാക്കി ഒന്ന് വെക്കുക. എന്നിട്ട് ഈ വെള്ളം ഇപ്പം ഇവിടെ ഉണ്ടല്ലോ, നമ്മൾ ഈ വെള്ളം 4 വട്ടം നമ്മളിത് താഴെ എത്തുന്നത് വരെ കറക്കണം. 1 2 3 4. ഇത് റൈറ്റ് ഇരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ റൈറ്റ് റൊട്ടേഷൻ ചെയ്യുന്നത്. 1 2 3 4 1 2 3 4 1 2 3 4. ഇപ്പോൾ പിന്നെ ഇത് ലെഫ്റ്റിലായിരിക്കുന്നെങ്കിൽ നമ്മൾ ലെഫ്റ്റ് റൊട്ടേഷൻ തന്നെ ചെയ്യണം. പിന്നെ നമ്മൾ നേരെ ഈ ലാസ്റ്റത്തെ ലെയർ തിരിച്ച് കണ്ടോ, ഇപ്പോൾ നമ്മൾ ഇവിടെ വെച്ചല്ലേ കറക്കി, അപ്പോൾ ഇവിടെ ഒരു യെല്ലോ വന്നു. അപ്പോൾ നമ്മളത് വീണ്ടും കറക്കി താഴ്ത്തിക്ക് കൊണ്ടുവരണം. 1 2 3 4 1 2 3 4. അതിന് ശേഷം നമ്മൾ വീണ്ടും തിരിക്കുമ്പോൾ കണ്ടോ, ഇവിടെ ഒരു യെല്ലോ വന്നു. അപ്പോൾ നമ്മൾ വീണ്ടും അത് കറക്കണം. 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. ഓക്കെ, ഇനി അടുത്തത് ലാസ്റ്റായിട്ട് വീണ്ടും കറക്കുമ്പോൾ താണ്ട് ഇത് കണ്ടോ, ഇവിടെ ഒരു യെല്ലോ പീസ് വന്നു. അപ്പോൾ നമ്മൾ വീണ്ടും അത് കറക്കണം. 1 2 3 4 1 2 3 4. അപ്പോൾ നമ്മുടെ ക്യൂബ് 90% സോൾവ് ആയിട്ടുണ്ട്. ഇനി അടുത്തതാണ് എനിക്ക് സത്യത്തിൽ ചിരി വന്നത്. ഞാൻ ഇന്നലെ കണ്ടുപിടിച്ച ഒരു ട്രിക്കാണിത്. എനിക്ക് തോന്നണേ ആൾക്കാർ കണ്ടുപിടിച്ചിട്ടുണ്ടാവുന്നതാണ്, പക്ഷെ ഞാൻ ഇന്നലെയാണ് ഈ ട്രിക്ക് അറിയാതെ ഞാൻ അറിഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ കണ്ടുപിടിച്ചതാണ്. ഓക്കെ, ഫസ്റ്റ് നിങ്ങൾ ഈ സൈഡ് റൈറ്റ് റൊട്ടേഷനും ഈ സൈഡ് ലെഫ്റ്റ് റൊട്ടേഷനും ഒറ്റയ്ക്ക് വട്ടം ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ഇത് കണ്ടോ, ഈ റൈറ്റ് റൊട്ടേഷൻ ചെയ്ത് നമ്മൾ നേരെ തിരിച്ച് ശരിയാക്കണം. അതായത് റൈറ്റ് റൊട്ടേഷൻ നമ്മൾ നേരെ ചെയ്തല്ലോ, അപ്പോൾ നമ്മൾ ഇത് ഫസ്റ്റ് ഇങ്ങോട്ട് തിരിക്കണം, ഇതിങ്ങനെ ചെയ്യണം, ഇതിങ്ങനെ ചെയ്യണം, ഇത് ഇങ്ങനെ ചെയ്യണം. അപ്പോൾ കണ്ടോ, ഇവിടെ ഗ്രീൻ വന്നു. അടുത്തത് ഇതിങ്ങനെ ചെയ്യണം, ഇതിങ്ങനെ ചെയ്യണം, ഇതിങ്ങനെ ചെയ്യണം, ഇത് ഇങ്ങനെ ചെയ്യണം. അപ്പോൾ ആദ്യമേ ശരിയായിട്ടുണ്ടാവില്ല, രണ്ടാമത്തോട്ട് ശരിയാവും. ഓക്കെ, ഇനി അടുത്ത് ഒന്നും കൂടെ ചെയ്യാം, ഒന്നും കൂടെ ശരിയാക്കണം. അത് കണ്ടോ, ശരിയായി. അപ്പം നിങ്ങൾക്കെല്ലാം മനസ്സിലായി എന്ന് തോന്നുന്നു. പിന്നെ ചിലപ്പോൾ തെറ്റിപ്പോയി കാണോട്ടോ എനിക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ തെറ്റായിരിക്കാം, ചിലപ്പോൾ അത് സോൾവ് ആയി കാണില്ല. അപ്പോൾ ഞാനൊരു 12 വയസ്സുള്ള കൊച്ചാണ് ഞാൻ ഈ കാണിക്കുന്നത്. അതാണ് ചിലപ്പോൾ തെറ്റുണ്ടായേക്കും, അറിയില്ല. അപ്പോൾ താങ്ക് യു. ഓക്കെ, താങ്ക് യു ഗൈസ്. അപ്പോൾ ഗായ്സ്, പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. വളരെ അത്യാവശ്യമായൊരു കാര്യമാണ്. പിന്നെ നിങ്ങൾ റുബിക്സ് ക്യൂബ് വാങ്ങിക്കുമ്പോൾ ഉണ്ടല്ലോ, ഇതേ സാധനം വാങ്ങിക്കാൻ ശ്രമിക്കുക. മനസ്സിലോ, ഇച്ചിരി ഒന്ന് നീക്കട്ടെ, ഞാനൊന്ന് ഊരി എടുത്തോട്ടെ. ഓക്കെ, അപ്പോൾ പിന്നെ അപ്പോൾ നിങ്ങൾ ഇതേ റുബിക്സ് ക്യൂബ് തന്നെ വാങ്ങിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, എന്നാൽ ശരി, ടാറ്റാ.